25 കോടി രൂപയുടെ ഓണം ബമ്പറടിച്ച ഭാഗ്യവാൻ ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാളികൾ. ഒടുവിൽ ആ ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുന്നു. ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് എസ് നായരാണ് ഓണം ബമ്പറടിച്ച ഭാഗ്യവാൻ. ഇയാൾ നെട്ടൂരിലെ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കി നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത്. വിശദാംശങ്ങളുമായി തുറവൂരിൽ നിന്ന് ഡാനി പോളും ചേരുന്നുണ്ട്, നെട്ടൂരിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. എന്തായാലും ഈ ശരത് എസ് നായരെ കുറിച്ച്, ഈ ഭാഗ്യവാനെ കുറിച്ച് അറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികളെന്നറിയാം. അയാളെക്കുറിച്ചുള്ള കൂടുതൽ, അല്ലെങ്കിൽ ശരത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയണം. ഡാനി പോൾ ചേരും. അതിന് മുൻപ് നെട്ടൂരിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്തായാലും ഈ നെട്ടൂരിലെ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ശരത്ത് ലോട്ടറി എടുത്തുന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷെ ആരാണ് ആ ഭാഗ്യവാൻ എന്ന കാത്തിരിപ്പിലായിരുന്നു. ഒടുവിൽ ആ ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുന്നു. ശരത് എസ് നായരാണ്. ഈ ഏജൻസിയുമായി ഈ ഭാഗ്യവാനായിട്ടുള്ള ശരത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ നെട്ടൂരിലെ ഏജന്റ്, അതായത് ലതീഷ് എന്ന് പറയുന്ന ഏജന്റ്, പല അഭ്യൂഹങ്ങളാണ് വഴിവെച്ചത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്, അതുപോലെ NTPCയിലെ ഒരു തൊഴിലാളിയാണ്, തുടങ്ങിയ വിവിധ അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തിന് തന്നെ, അതായത് 800ഓളം ടിക്കറ്റുകൾ വിറ്റ ആളാണ്. ആ സമയത്ത് ഒരു പക്ഷേ ഓർത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാൽ പോലും അവർ തന്നെയാണ് എന്ന് ഉറപ്പുവരുന്ന തരത്തിലേക്കൊക്കെ അത് നീങ്ങിയിരുന്നു. ഒടുവിലാണ് ഈ ശരത്ത് ഈ 2 ദിവസത്തിന് ശേഷം ഈ തുറവൂരിലെ ബാങ്കിൽ കൊണ്ടുവന്ന SBIയുടെ ബ്രാഞ്ചിൽ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ശരത്ത് തന്നെയാണ് വിളിച്ച് അറിയിച്ചത്, സുഹൃത്തുക്കളെ വിളിച്ച് അറിയിച്ചതുമൊക്കെ. ശരത്ത് വീട്ടുകാരോട് മാത്രമായിരുന്നു ഈ കാര്യം ആദ്യം പറഞ്ഞിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ കഴിഞ്ഞ 2 ദിവസം, അതായത് ശനിയാഴ്ച മുതൽ ഓണം ബമ്പർ നറുക്കെടുത്ത സമയം മുതൽ നമ്മൾ എല്ലാവരും, കേരളം ഒന്നാകെ കാത്തിരിക്കുകയായിരുന്നു ആ ഭാഗ്യശാലി ആരാണ് എന്നുള്ള വിവരം അറിയാൻ വേണ്ടി. അത്രയും നേരം, ഈ കഴിഞ്ഞ 2 ദിവസമായി വലിയ കാത്തിരിപ്പായിരുന്നു. ആരാണ് എന്നുള്ളത് വലിയ ആകാംക്ഷയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ശരത്തിനെയും ഇത്ര ദിവസം ഒളിച്ചു വെക്കാനുണ്ടായിരുന്ന സാഹചര്യം. കാരണം 2 ദിവസം ബാങ്ക് അവധിയായിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നത് വരെ അത് പുറത്താരോടും പറയേണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുക, അതല്ലെങ്കിൽ അത്ര ഉപദേശങ്ങൾ ശരത്തിന് ലഭിച്ചിരിക്കുക. എന്തായാലും ശരത്ത് തന്നെയാണ് SBIയിൽ, ഈ തൈക്കാട്ടുശ്ശേരി SBIയുടെ ബ്രാഞ്ചിൽ ടിക്കറ്റ് ഹാജരാക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ നെട്ടൂരത്തെ നിപ്പോൺ പെയിന്റ് ഗോഡൌൺ ആണ്. ഗോഡൌൺ മാനേജറാണ് ശരത്ത്. ശരത്ത് തന്നെയാണ് ഇവിടെ ഇന്ന് രാവിലെ ജോലിക്കെത്തിയിരുന്നു. ജോലിക്കെത്തിയ ശേഷം ഇവിടുത്തെ അഡ്മിനോട് അല്പസമയം എനിക്ക് ബാങ്കിലൊന്ന് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി ടിക്കറ്റ് അവിടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത ശേഷമാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹമാണ് ലോട്ടറിക്ക് വിന്നർ എന്നറിയിക്കുന്നത്. ഇപ്പൊ നമ്മളോടൊപ്പം ഇവിടുത്തെ അഡ്മിൻ രാഹുലുണ്ട്. അദ്ദേഹം തന്നെ കൂടുതൽ നമ്മളോട് നേരത്തെയും അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നതാണ്. എന്നാൽ പോലും ശരത്ത് ഇവിടെ ഇന്ന് രാവിലെ എത്തിയിരുന്നു എന്ന് അദ്ദേഹമാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നേരത്തെ അറിഞ്ഞിരുന്നില്ലല്ലോ ഈ ടിക്കറ്റ് അടിച്ച കാര്യമൊക്കെ? നമുക്ക് നേരത്തെ അറിഞ്ഞിട്ടില്ല. ടിക്കറ്റ് എടുത്ത കാര്യം തന്നെ അറിഞ്ഞത് ഇന്ന് രാവിലെ. ആള് രാവിലെ വന്നപ്പോഴാണ് പറഞ്ഞത് ബാങ്കിൽ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ട് അടിച്ചായിരുന്നു. പിന്നെ ആളങ്ങനെ മൊത്തത്തിൽ അങ്ങനെ പുറത്ത് പറയാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. പിന്നെ ബാങ്കിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അറിഞ്ഞത്. പൊതുവെ സൈലന്റ് ആയ ഒരാളാണ്. സൈലന്റ് ആണ്. വർക്കിലൊക്കെ ആള് സൂപ്പറാണ്. നിപ്പോൺ പെയിന്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ 10-12 വർഷമായ ആള്. നിപ്പോൺ പെയിന്റിന്റെ ഗോഡൌണിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആൾ തന്നെയാണ്. ഇവിടുത്തെ ഗോഡൌൺ മാനേജർ അല്ലേ? അതെ, ഗോഡൌൺ മാനേജറാണ്. രാഹുല്, ഇപ്പൊ 2 ദിവസമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നല്ലോ ആരായിരിക്കും ഈ കടയിൽ നിന്നാണ് എടുത്ത ലോട്ടറിക്കാണ് അടിച്ചതെന്ന് അറിഞ്ഞപ്പോ ഈ ഞങ്ങൾ കമ്പനി സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് സംസാരിച്ചു രാത്രി. നീ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, നിനക്കാണോ? ഞങ്ങൾ എടുത്തിട്ടില്ല സാറേ എന്ന് പറഞ്ഞു എല്ലാവരും. പിന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു കേസ്. പിന്നെ അടുത്തുള്ള ആർക്കും അടിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. അത് പറഞ്ഞില്ലേ, ഡ്രോപ്പ് ഔട്ട് ചെയ്ത കാര്യം. ഇവിടെ തന്നെ തുടർച്ചയായിട്ട് ലോട്ടറി എടുക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ? ഇവിടെ അങ്ങനെ ആരും എടുക്കില്ല. ഇങ്ങനെ ബമ്പറൊക്കെ വരുമ്പോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ബമ്പർ വന്നപ്പോ ആ ശരത്ത് മാത്രം എടുത്തിട്ടുള്ളൂ, വേറെ ആരും കമ്പനിയിൽ എടുത്തിട്ടില്ല. ആൾക്കടിച്ചത്. അദ്ദേഹം സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെയാണ്? ഒരു മിഡിൽ ക്ലാസ്സിലായിട്ട് പോണതാണ്. ആൾക്ക് എത്ര അത്യാവശ്യമാണ് ഈ ലോട്ടറി അടിക്കേണ്ടത്? അത്യാവശ്യം ആൾക്കുണ്ട്. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കട്ടെ.
എന്നിട്ടും അതായത് രാവിലെ മുതൽ അദ്ദേഹം ഇവിടുത്തെ അഡ്മിനാണ് രാഹുൽ. അതായത് നിപ്പോൺ പെയിന്റ് ഗോഡൌൺ നെട്ടൂരിലെ ഗോഡൌണിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ഗോഡൌൺ മാനേജറാണ് ഈ ശരത് നായർ. എന്തായാലും അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ 2 ദിവസമായിട്ട് അദ്ദേഹം കഴിഞ്ഞ ശനിയാഴ്ചയാണല്ലോ ഈ പറഞ്ഞ പോലെ നറുക്കെടുപ്പ് കഴിഞ്ഞതും. അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഇത്രയും നേരമായി ഇന്നാണ് ബാങ്കിൽ ആ ലോട്ടറി ടിക്കറ്റ് സബ്മിറ്റ് ചെയ്ത ശേഷമാണ് ശരത് അറിയിക്കുന്നത് തന്നെ. നേരത്തെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളായിരിക്കും ഒരു പക്ഷേ ആളുകൾക്ക് മുൻപ് ബമ്പർ ടിക്കറ്റ് അടിച്ചിട്ടുള്ള അനൂപ്, തിരുവനന്തപുരം സ്വദേശി അനൂപിനൊക്കെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളായിരിക്കും. അതായത് അപരിചിതരായ ആളുകൾ പോലും പൈസ ചോദിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അങ്ങ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അത്തരം ദുരനുഭവങ്ങളായിരിക്കും ഒരു പക്ഷേ ഈ ബമ്പർ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള വലിയ തുകകൾ ലോട്ടറി അടിക്കുന്ന ആളുകളായാലും ചെറിയ തുകകൾ ലോട്ടറി അടിക്കുന്നവരായാലും ഇത് പരസ്യമാക്കാത്തതെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഈ ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞതും അങ്ങനെയാണ്. 1 കോടി രൂപ ഒരു 3 മാസം മുമ്പ് അദ്ദേഹത്തിന് അടിച്ചിരുന്നത്. പക്ഷെ അത് ആരാണ് എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ക്രൈസിസിലേക്കാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഒരു ഐഡന്റിറ്റി പ്രൈവസി മാനിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ പോയതെന്ന് തോന്നുന്നു. എന്തായാലും ഈ വലിയ ആകാംക്ഷയായിരുന്നു, വലിയ കാത്തിരിപ്പായിരുന്നു. അതായത് സംസ്ഥാനം നൽകുന്ന 6 ബമ്പർ ടിക്കറ്റുകളിൽ ഏറ്റവും വലിയ തുകയുടേത് ഓണം ബമ്പർ തന്നെയാണ്. ആ ബമ്പറാണ് ഈ ശരത് നായർക്ക് അടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് അദ്ദേഹം ഈ കമ്പനിയിലെ തന്നെ ജോലിക്കാരനാണ്. അദ്ദേഹം ഇവിടുത്തെ ഗോഡൌൺ മാനേജറാണ്. എന്തായാലും അദ്ദേഹത്തിന് ഈ ലോട്ടറി അതല്ലെങ്കിൽ പണം ആവശ്യമുള്ള ഒരു കുടുംബം തന്നെയാണ്. അത്തരം ഒരു സാഹചര്യമാണ്. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കട്ടെ എന്നാണ് ഇപ്പോഴും മാനേജറും അദ്ദേഹത്തിന്റെ അഡ്മിനും പറഞ്ഞത്. അങ്ങനെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കേട്ടോ. തീർച്ചയായും ആ സഹപ്രവർത്തകർ വലിയ സന്തോഷത്തിലാണ്. കാരണം തങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഗോഡൌൺ മാനേജറായിരുന്ന ശരത്തിന് ഈ ലോട്ടറി അടിച്ചതിൻ്റെ സന്തോഷം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അയാൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യം സ്വാഭാവികമായ പ്രശ്നങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റ് സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുന്നുമുണ്ട്. ആജ്ഞ എന്തായാലും ഇപ്പോൾ ആജ്ഞയിലേക്ക് എത്താം. അതിനു മുൻപ് ശരത്തിന്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ആലോചിച്ചതിന് ശേഷം പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നുള്ളത്. ഓൾറെഡി നമ്മുടെ ഉണ്ട്, അതിന്റെ കുറച്ച് കടങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ എല്ലാവരും ഫാമിലിയായിട്ട് തീരുമാനിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം. വീണ്ടും ആജ്ഞയിലേക്ക്. ആജ്ഞ, ഈ 25 കോടി രൂപയാണ് ഓണം ബമ്പർ. ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തിന് എത്ര തുകയായിരിക്കും, എത്ര രൂപയായിരിക്കും ലഭിക്കുക? കാരണം ഏജന്റിനൊരു തുക പോകും, പിന്നെ നികുതി ഇനത്തിൽ കുറച്ച് തുക പോകും. എത്ര രൂപയായിരിക്കും ഈ ഓണം ബമ്പർ അടിച്ച ശരത്തിന് ലഭിക്കുക? ഇപ്പം 33% സാധാരണയായിട്ട് ടാക്സ് ഇനത്തിൽ പോകുന്നത്. അത് 16.75 ലക്ഷമായിരിക്കും. അതിനുശേഷം പിന്നെ ഒരു 1 കോടി രൂപയ്ക്കടുത്ത് കേന്ദ്രത്തിന് പോകും. അത് കഴിഞ്ഞിട്ട് 15 കോടി 75 ലക്ഷം രൂപയാണ് ശരിക്കും ഇതിൽ നിന്നും ലഭിക്കുന്ന തുക. അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഏജന്റിന്റെ തുകയും കൂടി കണക്കിലെടുക്കും. അതായത് 2.5 കോടി രൂപയാണ് ഏജന്റിന് ലഭിക്കുക. ഈ കമ്മീഷൻ തുക ലഭിക്കുക അതിൽ നിന്നാണ്. അതും കൂടി കഴിഞ്ഞ് 12 ലക്ഷത്തി ചിലവാനും രൂപയാണ് ഈ ശരത്തിന് ലഭിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഭാഗ്യവാൻ ഒന്നാം സമ്മാനാർഹമായിട്ടുള്ള ടിക്കറ്റിന് ലഭിക്കുന്നത് അത്രയും തുകയാണ്. ബാക്കി ടാക്സ് ഇനത്തിലും കേന്ദ്രത്തിലുള്ള GST അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് സംസ്ഥാനത്തിന് ഇപ്പോൾ ഈ ഭാഗ്യക്കുറി, അതായത് ഈ തുകയിൽ നിന്നും സംസ്ഥാനത്തിന് ഒരു തുകയും ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കേന്ദ്ര നികുതിയിലേക്കാണ് കൂടുതൽ ഈ പണം പോകുന്നത്. മാത്രമല്ല ഇയർലി തന്നെ ഈ പണം തന്നെ അക്കൗണ്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇയർലി അതിന്റെ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യേണ്ടി വരും. ഈ 12 കോടി 75 ലക്ഷം എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും തുകയുടെ നികുതി കൂടി ഇയർലി കണ്ടെത്തേണ്ടിയിരിക്കും. അതേസമയം അത് മറ്റ് വസ്തുക്കളിലേക്കോ അല്ല ബിസിനസ്സിലേക്കോ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ രീതി മാറുമെന്നാണ്, നികുതിയുടെ രീതി മാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയർലി ഈ ഇൻകം ടാക്സ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ പണം അക്കൗണ്ടിൽ സൂക്ഷിക്കുകയോ അതല്ലെങ്കിൽ പണമായി തന്നെ സൂക്ഷിക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ. എന്നിരുന്നാൽ പോലും ഏതാണ്ട് 12 കോടിയിലധികം 13 കോടിയുടെ അടുത്താണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന തുകയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ വലിയ ഒരു ഭാഗ്യമാണ്, ഭാഗ്യം തന്നെയാണ്, അങ്ങനെ വേണം പറയാൻ. കാരണം അങ്ങനെ എങ്ങനെ ബമ്പർ എടുക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇദ്ദേഹം മാത്രമേ ഇവിടുന്ന് പോയി ഓണം ബമ്പർ എടുത്തിട്ടുള്ളൂ. അദ്ദേഹം ഈ തുടർച്ചയായിട്ട് ഭാഗ്യക്കുറി എടുക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ശരത്തിന് അത് ലഭിച്ചു. അത് മറ്റുള്ളവര് അറിയാതെ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ, മറ്റു സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടാണ് അദ്ദേഹം എന്തായാലും ഈ നിമിഷം വരെ കുടുംബാംഗങ്ങളെല്ലാം മറ്റാരും നമ്മൾ അറിയുന്നത് വരെ
അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നത് വരെ മറ്റാരും അറിഞ്ഞിരുന്നില്ല. അത്രയും ഗോപ്യമായിട്ട് ഈ കാര്യം സൂക്ഷിക്കാൻ അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് ആളുകൾക്കുണ്ടായുള്ള ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം. അതല്ലെങ്കിൽ ഈ ടിക്കറ്റ് മിസ്സായിപ്പോയാൽ മറ്റൊരു സാഹചര്യങ്ങളും ഇല്ലാതെ മിസ്സായിപ്പോയാൽ എന്ത് ചെയ്യുന്നുള്ള ആശങ്കയായിരിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ദിവസം ഉണ്ടായിരുന്നു ബാങ്ക് അവധിയായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇന്നലെ ബാങ്ക് അവധിയായിരുന്നു. അതിനുശേഷം ഇന്ന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയ ശേഷം വെളിപ്പെടുത്താമെന്നായിരിക്കണം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക.